ഹലോ, നല്ല നമസ്കാരം. തലവര അഖിൽ അനിൽകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച തലവര ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ആവറേജ് എബോ സിനിമ എന്നതിനപ്പുറം ഇതിൽ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഒരു ചെറിയ സിനിമ മോശമില്ലാതെ എടുത്തു അല്ലെങ്കിൽ മേക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വലിയ പ്രമേയത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ സാധാരണ ഈ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ഡിസേബിൾ പേഴ്സണെ ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥയെ നന്നായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന ചില കുറേ എക്സാജറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചില സാധനങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് കൂടി ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പെർഫോമൻസ് കൊണ്ട് അർജുൻ അശോകൻ നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള സിനിമകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ അതിൻ്റെ ലാംഗ്വേജ് പോലും അദ്ദേഹം ഡയലോഗ് ഡെലിവറി പോലും നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വെറും ക്ലീഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. അർജുൻ അശോകൻ്റെ മേക്കപ്പ്, ഷർട്ട് ഊരി കാണിക്കുന്ന ആ ഒരു രീതിയൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ മേക്കപ്പ് നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അയൽവാസികളായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു രംഗങ്ങളൊക്കെ വളരെയധികം ഇത്തിരി ക്ലീഷയായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും സ്വന്തം മക്കൾ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ പരാജയപ്പെട്ട ഒരു അച്ഛൻ്റെ ജീവിതത്തെ കൂടി വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ആ അച്ഛന് ഇതിൽ സ്പേസ് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അശോകൻ ചെയ്ത ആ ക്യാരക്ടർ വളരെയധികം നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് ഇമോഷൻസിനെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നു ആ ഒരു പരാജയപ്പെട്ട അച്ഛൻ്റെ ആ ഒരു അശോകൻ്റെ ക്യാരക്ടർ. പക്ഷേ അശോകന് ഒട്ടും സ്പേസ് കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം എല്ലാവരുടെയും അയൽവക്കത്തുള്ള സ്വന്തം സഹോദരിയുടെ കഥ പോലും വിശാലമായി കാണിക്കാൻ ശ്രമിച്ചു. അളിയൻ്റെ കഥ വിശാലമായി കാണിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അച്ഛനെക്കുറിച്ച് ചെറുതായിട്ട് രേഖപ്പെടുത്തി പോകുന്നതല്ലാതെ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയൊരു പരാജയമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ നായികയെക്കുറിച്ച് പറയുമ്പോൾ രേവതി ശർമ്മ വളരെ ക്യൂട്ടായിട്ട് തന്നെയാണ് ചെയ്തത്. നല്ല സ്മൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിഞ്ച് ലവ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സിമ്പതിയുടെ പേരിൽ ഉള്ള പ്രണയമായിട്ടാണ് മാറുന്നത്. അല്ലെങ്കിൽ ആ പ്രണയത്തിന് എന്ത് ഡെപ്താണ് ഉള്ളത് എന്നുകൂടി പറയേണ്ടതായിട്ട് വരുന്നു. അത് സ്റ്റാർട്ടിങ് എങ്ങനെ സംഭവിക്കുന്നു, ഒരു സഹതാപത്തിൻ്റെ ഒരു പ്രണയമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. പക്ഷേ രേവതി ശർമ്മ വളരെ മനോഹരമാക്കി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മ കഥാപാത്രം ചെയ്ത ദേവദർശിനി എനിക്ക് തോന്നുന്നത് ഇതേപോലെ ഒരു ഓവർ ആക്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് മറ്റൊരു കഥാപാത്രം എനിക്ക് ഈ സിനിമയിൽ കണ്ടില്ല. ഒരുപാട് ഓവർ ആക്ടിങ്, സ്വന്തം മോള് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരത്തെ ഓവർ ആക്ടിങ്ങിലൂടെയാണ് കാണിക്കുന്നത്. ചില സീനുകൾ പ്രത്യേകിച്ച് ഈ വണ്ടിയിലൊക്കെ പോകുന്ന ചില സീനുകളൊക്കെ കാണിക്കുന്നത് തന്നെ, പിന്നെ മകൻ്റെ പണവും കൊണ്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പണം ചോദിക്കുന്നതൊക്കെ വെറും ഫോഴ്സ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സീനുകളൊക്കെ നന്നായിട്ട് നല്ല ഫോഴ്സ് ചെയ്ത് ഓവർ ആക്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശരത് ബാവ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ആക്സിഡന്റ് സീന് വളരെയധികം നാച്ചുറലായിട്ട് സംഭവിച്ചതായിട്ട് ഫീൽ ചെയ്തു. വളരെ ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ആതിര മറിയവും അഭിറാം രാധാകൃഷ്ണനും അവരുടെ റോളും വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് മാത്രമാണ് അല്പമെങ്കിലും എനിക്ക് ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വളരെയധികം പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ ഇതിൽ സിനിമയുടെ കുറേ ഊളത്തരങ്ങൾ, സിനിമാ ലോകത്തെ ചില ഊളത്തരങ്ങളും കാണിക്കുന്നുണ്ട്, കുറേ നല്ല ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ സിനിമ ആരെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. അത് സൗന്ദര്യമോ നിറമോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളൊന്നും പ്രാധാന്യമില്ല എന്ന് പറയുമ്പോൾ പോലും പലയിടത്തും പലരെയും ഫിസിക്കൽ പ്രശ്നമുള്ള പലരെയും മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ സക്സസ് ആകാൻ വേണ്ടി ഇങ്ങനെ
ഫിസിക്കലി പ്രശ്നമുള്ള ആൾക്കാർ സക്സസ് ആകാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ, അത് ഒരു സിനിമയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നിയതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഓക്കെ, ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നതിനപ്പുറം ഇതൊരു വലിയ ഗംഭീരമായ സിനിമയാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.